പിഷാരടിയുടെ ഈ പടുകൂറ്റൻ വിജയം BJPക്കുള്ള ശക്തമായ പ്രഹരമാണ്. ഒപ്പം എങ്ങനെ വന്നാലും ജയിക്കുമെന്ന് കരുതിയിരുന്ന ശോഭാ സുരേന്ദ്രനുള്ള ഒരു പ്രഹരമാണ്. അതോടൊപ്പം ഡോക്ടർ പി സരിനുള്ള ഒരു തിരിച്ചറിവിൻ്റെ മൊമെൻ്റ് കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് സെലിബ്രിറ്റികളായി മത്സരിച്ച സകല എണ്ണവും പരാജയപ്പെട്ടിടത്താണ് രമേശ് പിഷാരടി ഇത്രയും വലിയ ഒരു വിജയം കരസ്ഥമാക്കി കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം കാക്കുകയും ഒപ്പം ശോഭാ സുരേന്ദ്രനെയും അതുപോലെ തന്നെ CPMന്റെ സരിൻ അടക്കമുള്ള നേതാക്കളെയും ഒക്കെ ഒന്നുമല്ലാതാക്കി കളയുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, രമേശ് പിഷാരടിയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് ആ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പരാജയപ്പെട്ട MLA ആയി അല്ലെങ്കിൽ മണ്ഡലത്തിന് കൊള്ളാത്ത ഒരു നേതാവായിട്ടൊന്നും അവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടില്ല. പാലക്കാട് മണ്ഡലം ഇനി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ്. പോകാനാണെങ്കിൽ ഇപ്പോൾ പോയേനെ. കാരണം ഇത്രയധികം പാലക്കാട് കോൺഗ്രസ് ആരോപണം നേരിട്ട ഒരു കാലഘട്ടം ഇതിനു മുന്നിൽ ഉണ്ടായിട്ടില്ല. യദു, കേരളത്തിന്റെ രാഷ്ട്രീയ മുഖം മാറുകയാണ്. അതിലേറ്റവും നിർണായകമായിട്ടുള്ളത് പാലക്കാട് മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രന് വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലമാണ്. പക്ഷെ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. രമേശ് പിഷാരടി വരുന്ന സമയത്ത് പറഞ്ഞു അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്നുള്ളതാണ്, അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയാണ് പി സരിനും പറഞ്ഞത്. ഇപ്പോൾ രണ്ടു പേർക്കും ഏറ്റ കനത്ത പ്രഹരമാണ് രമേശ് പിഷാരടിയുടെ വിജയം എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പകരമാണ് ഈ പറയുന്നത് പോലെ തന്നെ രമേശ് പിഷാരടി എത്തുന്നത്. അന്നേരം അത് ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷ രമേശ് പിഷാരടിക്ക് കൊടുക്കണ്ട, അല്ലെങ്കിൽ അത്രയും വലിയ രീതിയിലുള്ള വിജയം ഒന്നും കിട്ടത്തില്ല എന്നായിരുന്നു ഈ പി സരിനും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും പറഞ്ഞത്. വലിയ രീതിയിലുള്ള വെല്ലുവിളികളും ഒക്കെ ആയിരുന്നു. പക്ഷെ അവർക്ക് ഏറ്റവും വലിയ കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് രമേശ് പിഷാരടി അവിടെ വിജയിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു വിജയം എന്ന് പറയുന്നത്? രേഷ്മ, പാലക്കാട് മണ്ഡലം ആയതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അല്പം അധികം സംസാരിക്കേണ്ടതുണ്ട്. കാരണം പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് BJPക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. പാലക്കാട് നഗരസഭ BJP ഭരിക്കുകയാണ് എന്ന് മാത്രമല്ല, പാലക്കാട് നഗരം എന്ന് പറയുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാന വോട്ട് ബാങ്ക് ആയിട്ടുള്ള പാലക്കാട് നഗര കേന്ദ്രം എന്ന് പറയുന്നത് BJPയുടെ കോട്ടകൊത്തളമാണ് എന്നാണ് അവർ പൊതുവിൽ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വിജയപ്രതീക്ഷയ്ക്കുള്ള ഒരു കാരണം അത് പാലക്കാടിൻ്റെ കോട്ടയായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ MLA ആയിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന 18,000-ലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച് BJPയെ തറ പറ്റിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിന്ന് ഓടിച്ചു എന്ന നിലയിലാണ് BJPയും CPMും ഒരുപോലെ ആഹ്ലാദിച്ചിരുന്നത്. അതിൽ വ്യക്തിപരമായി രേഷ്മ ആദ്യം പറഞ്ഞതുപോലെ സരിൻ എന്ന് പറയുന്ന ഡോക്ടർ പി സരിൻ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. കാരണം പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ UDFൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മാറി CPMലെത്തി അതിനുശേഷം പാലക്കാട് മത്സരിച്ച് പരാജയപ്പെട്ടു. ഇത്തവണ ശക്തമായിട്ട് തന്നെ CPMന് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതി, അങ്ങനെ കോൺഗ്രസിന് വലിയൊരു പണി കൊടുക്കാമെന്ന് കരുതി തുടക്കം മുതലേ ആവേശത്തോടെ നിലയുറപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നു പി സരിൻ. ഈ കഴിഞ്ഞ ദിവസം പോലും, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് പോലും ഡോക്ടർ പി സരിൻ എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. ഇടതുപക്ഷത്തിന് നിലവിൽ MLA-മാരുള്ള 98 മണ്ഡലങ്ങളിൽ 74 LDFനെ പരാജയപ്പെടുത്താൻ നിലവിലെ സാഹചര്യത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെ കൊണ്ട് UDFന് സാധിക്കില്ല എന്ന കേരളത്തിന്റെ വിധിയെഴുത്ത് വായിച്ചെടുക്കാൻ 12 മണിക്കൂർ മാത്രം ബാക്കി. പേരാവൂരും മറ്റും പിടിച്ചെടുക്കുന്ന സീറ്റുകൾ വേറെയും. ജനങ്ങൾ ജയിപ്പിക്കുന്ന ഇടതിൻ്റെ 3ാം ടേം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി സരിൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സരിൻ കരുതിയ മണ്ഡലങ്ങളിൽ കൂടുതലായി പിടിച്ചെടുക്കുന്ന മണ്ഡലങ്ങൾ എന്ന നിലയിൽ പാലക്കാടിനെയും പരിഗണിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. NMR റസാക്കിനെ കൊണ്ടുവന്നു. സ്വതന്ത്രനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ വലിയ തോതിൽ ജനപ്രിയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ റസാക്ക് ജയിക്കുമെന്ന് പറഞ്ഞ് സരിൻ തുടക്കം മുതലേ റസാക്കിനൊപ്പം ആ മണ്ഡലത്തിലുടനീളം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ മറുവശത്താണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരുന്നു. ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഉറച്ച വോട്ടുകളെല്ലാം വാങ്ങിയെടുക്കുകയും ഒപ്പം നിഷ്പക്ഷ വോട്ടുകളൊക്കെ നേടിയെടുക്കുകയും ചെയ്യും. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞ ജനങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞ ജനങ്ങൾ BJPയിലേക്ക് ആകർഷിക്കപ്പെടും എന്ന നിലയിലൊക്കെയായിരുന്നു BJPയുടെയും കണക്കുകൂട്ടൽ. പക്ഷേ ഫലം വന്നപ്പോൾ രമേശ് പിഷാരടിയുടെ ഒരു വമ്പൻ വിജയമാണ് അവിടെ ഉണ്ടായത്. ചെറിയ വിജയമല്ല, ഒരു വമ്പൻ വിജയം തന്നെയാണ് രമേശ് പിഷാരടിയുടേതായിട്ട് അവിടെ ഉണ്ടായത്. കാരണം രമേശ് പിഷാരടിയെ തുടക്കം മുതലേ കടന്നാക്രമിക്കുന്നവരായിരുന്നു അവിടുത്തെ BJPക്കാരും CPMകാരും. അതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ളയാളാണ് പിഷാരടി. ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ്. അതുപോലെ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ മറ്റൊരു അവതാരമായിട്ട് ഇയാൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രമേശ് പിഷാരടി ദയനീയമായി പരാജയപ്പെടും, രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പിഷാരടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ. അതേപോലെ തന്നെ
മറ്റൊരു പ്രധാനമായി അവർ ചെയ്ത BJP-യുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് രമേശ് പിഷാരടിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുക. രമേശ് പിഷാരടി പോകുന്ന പല ഇടങ്ങളിലും അദ്ദേഹത്തെ തടയുക, കൂക്കി വിളിക്കുക, അദ്ദേഹത്തെ ഭയപ്പെടുത്തുക. കാരണം രാഷ്ട്രീയപരമായി വലിയ പക്വതയൊന്നും ഇല്ലാത്ത ഒരാളാണ് പിഷാരടി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പുതിയൊരാളായതുകൊണ്ട് തന്നെ ഇത്തരം വെല്ലുവിളികൾ കാണുമ്പോൾ ഭയക്കും എന്ന് കരുതിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പിഷാരടിയെ പലയിടങ്ങളിലും പല രൂപത്തിൽ പല ഭാവത്തിൽ നിരുത്സാഹപ്പെടുത്താനും ഭയപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ BJP-യുടെ ഭാഗത്ത് നിന്നുണ്ടായി. പക്ഷേ ഇതൊന്നും വിലപ്പോയില്ലെന്ന് മാത്രമല്ല, കരുത്തനായ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന, ജനമനസ്സുകൾ എങ്ങനെ കീഴടക്കണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് താനെന്ന് ഈ ചുരുങ്ങിയ പ്രചാരണ കാലയളവിനുള്ളിൽ രമേശ് പിഷാരടി ബോധ്യപ്പെടുത്തുകയും പ്രായോഗികമായി അത് നടപ്പാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് രമേശ് പിഷാരടിയുടെ ഒരു പടുകൂറ്റൻ വിജയമായി നമ്മൾ കാണുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് സെലിബ്രിറ്റികളായി മത്സരിച്ച സകല എണ്ണവും പരാജയപ്പെട്ടിടത്താണ് രമേശ് പിഷാരടി ഇത്രയും വലിയ ഒരു വിജയം കരസ്ഥമാക്കി കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം കാക്കുകയും ഒപ്പം ശോഭാ സുരേന്ദ്രനെയും അതുപോലെ തന്നെ CPM-ന്റെ സരിൻ അടക്കമുള്ള നേതാക്കളെയും ഒക്കെ ഒന്നുമല്ലാതാക്കി കളയുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഏതു പറഞ്ഞതുപോലെ തന്നെ ഈ കരുത്തുറ്റൊരു നേതാവായിട്ട് രമേശ് പിഷാരടി മാറുമ്പോൾ നമുക്കറിയാം തുടക്കം മുതലേ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എങ്ങനെയാണെന്ന്. അതായത് ഈ പറയുന്നത് പോലെ അദ്ദേഹം അവിടെ നിന്നപ്പോൾ നമുക്കറിയാം തൃക്കാക്കരെ മത്സരിച്ച് ഇപ്പോൾ തോറ്റിരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള അഖിൽ മാരാറൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പാർട്ടിയെക്കുറിച്ച് വലിയ രീതിയിൽ അറിവൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട, അദ്ദേഹം ഒരു സിനിമാ മേഖലയിൽ നിന്ന് വന്നതല്ലേ എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതേപോലെ ബിഗ് ബോസിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോ ഒന്നും വന്നതാണ് അഖിൽ മാരാർ. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കെ വലിയ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഒരു സൈബർ ഇടങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം സിനിമാ മേഖലയിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു സിനിമാ നടനാണ്, അദ്ദേഹം വന്നിട്ട് എന്താ കാര്യം, അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് പറയുമ്പോഴും ഈ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊണ്ടൊരു വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമില്ലാത്ത രീതിയിൽ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ രമേശ് പിഷാരടിയെ ഒന്നുകൂടി വിജയിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രമേശ് പിഷാരടിയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് ആ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പരാജയപ്പെട്ട MLA ആയി അല്ലെങ്കിൽ മണ്ഡലത്തിന് കൊള്ളാത്ത ഒരു നേതാവായിട്ടൊന്നും അവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു കോൺഗ്രസ് MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തികഞ്ഞ പരാജയമായിരുന്നുവെങ്കിൽ ഇത്തവണ കോൺഗ്രസിനിട്ട് മണ്ഡലത്തിലുള്ള ജനങ്ങൾ പണി കൊടുത്തേനെ. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. ജനങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് MLA-യെ വീണ്ടും തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പങ്ക് വളരെ വലുതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ പരാജിതനായിരുന്നുവെങ്കിൽ, മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നുവെങ്കിൽ ആ മണ്ഡലത്തിലെ ജനങ്ങൾ രാഹുലിനെതിരായിട്ടുള്ള കുറേ കഥകളും കൂടി ആകുമ്പോൾ ഇനി ഒരു കോൺഗ്രസ് നേതാവ് ഇവിടെ വേണ്ട, കോൺഗ്രസ് MLA വേണ്ട എന്ന് തീരുമാനിച്ചേനെ. മാത്രവുമല്ല ശോഭാ സുരേന്ദ്രനെ പോലെ പാർട്ടിക്ക് അതീതമായി ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിവുള്ള കരുത്തുറ്റ ഒരു വനിതാ നേതാവ് BJP-ക്ക് ഉണ്ട്. BJP-യുടെ കൊത്തളം കൂടിയാണ് പാലക്കാട്. അവിടെ രമേശ് പിഷാരടിയെ പോലെ ഒരു പുതുമുഖം, മണ്ഡലത്തിൽ അത്ര സജീവമല്ലാത്ത അല്ലെങ്കിൽ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ ഭാഗമല്ലാത്ത പുറമേ നിന്നുള്ള ഒരാൾ വരുമ്പോൾ ജയിക്കുമോ എന്നുള്ള ചോദ്യം വളരെ വലിയൊരു ചോദ്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് പിഷാരടിയുടെ അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതികൾ, അദ്ദേഹം ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് അവിടെ വിജയിച്ചത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഞാൻ അഭിനയിച്ച സിനിമ കണ്ടിട്ട് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നല്ല, അല്ലെങ്കിൽ സിനിമയിലെ പോലെ ഒരു കോമഡി കഥാപാത്രമായിട്ടല്ല രമേശ് പിഷാരടി അവിടെ പ്രചാരണം നയിച്ചത്. അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങളെ സ്വതസിദ്ധമായ ഒരു ചിരിയിലൂടെ എന്നാൽ പക്വമായ മറുപടികളിലൂടെ അതിനെല്ലാം കൃത്യമായി തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിഷാരടിയാണ് ജനങ്ങൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും എതിർവിഭാഗം ആരോപിക്കുന്ന സിനിമാക്കാരന് രാഷ്ട്രീയം പറ്റില്ല എന്ന നിലയിൽ, അല്ലെങ്കിൽ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ ഇയാൾ MLA ആയി വന്നാൽ കഴിയില്ല എന്ന തരത്തിലൊക്കെയുള്ള പല പ്രചാരണങ്ങളെയും തൻ്റെ പ്രചാരണ മികവിലൂടെ തകർത്തെറിയാൻ പിഷാരടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിജയം. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെതിരെ വലിയ ഭീഷണികൾ, അദ്ദേഹത്തിനെതിരെ ട്രോളുകൾ, വഴി തടയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതിനെയൊക്കെ പക്വമായി തന്നെയാണ് പിഷാരടി നേരിട്ടത്. അതായത് സിനിമാറ്റിക് രീതിയിലല്ല, യാഥാർത്ഥ്യബോധത്തോടു കൂടി വളരെ വളരെ ഗംഭീരമായിട്ടാണ് പിഷാരടി നേരിട്ടത്. അപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ കുറേ BJP-കാരായിട്ടുള്ള സ്ത്രീകൾ തടയുന്നൊരു സംഭവം ഉണ്ടായപ്പോൾ പിഷാരടി പ്രതികരിച്ചത്, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ വിചാരിച്ചാൽ ഈ തടസ്സം ഭേദിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു പ്രശ്നം വേണ്ട,
ഒരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ മാന്യമായി തിരിച്ചു പോവുകയാണ്. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളെ തടഞ്ഞത്. ഇനി ഞാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയാൽ അത് സ്ത്രീകളെ കയ്യേറ്റം ചെയ്തു എന്ന രീതിയിലേക്ക് മാറ്റി തീർക്കാനുള്ള നീക്കങ്ങൾ മറുവശത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്ക് കെണി വെക്കുന്നവരെയും അല്ലെങ്കിൽ തനിക്കെതിരെ വരുന്നവർ എന്തിനു വേണ്ടിയാണ് വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായി തന്നെ ചിന്തിച്ച് കൃത്യമായി അതിന് മറുപടി തൻ്റെ പ്രവർത്തനത്തിലൂടെ കൊടുക്കാൻ രമേശ് പിഷാരടിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ വിജയമുണ്ടായത്. അത് ഏറ്റവും അധികം നോവിക്കുന്നത്, അത് ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് സരിനെയാണ്. കാരണം സരിൻ ഇപ്രാവശ്യം പാലക്കാട് NMR റസാഖ് മണ്ഡലം പിടിക്കുമെന്നും അതുവഴി തൻ്റെ രാഷ്ട്രീയ ഭാവി അടിപൊളിയാകുമെന്നും താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗുണമായി മാറുമെന്നും അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് സംഭവിക്കാൻ പോവുകയാണ്, LDF വലിയ വിജയം ഉണ്ടാകണം, ഭരണ തുടർച്ച ഉണ്ടാവും, താൻ വലിയ പോസ്റ്റിലേക്ക് പോകും, UDF വിട്ടത് കോൺഗ്രസ് വിട്ടത് നന്നായി എന്നൊക്കെ സരിൻ ചിന്തിച്ചിട്ടുണ്ടാകണം. പക്ഷേ ആ ആത്മവിശ്വാസം ഒന്നും എവിടെയും എത്തിയില്ല. അക്ഷരാർത്ഥത്തിൽ രമേശ് പിഷാരടി അതെല്ലാം തകർത്തു തരിപ്പണമാക്കി. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനാണെങ്കിലും രമേശ് പിഷാരടിയെ അതിജീവിച്ച് അല്ലെങ്കിൽ രമേശ് പിഷാരടിക്കെതിരെ കൂടുതൽ വോട്ടുകൾ വാങ്ങി ജയിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് തുടക്കം മുതലേ BJP വിലയിരുത്തിയത്. പക്ഷേ പ്രചാരണത്തിൽ ഈ പറയുന്ന രമേശ് പിഷാരടി സ്വീകരിച്ച തന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഇടപെടലുകളൊക്കെ വളരെ ഭംഗിയുള്ളതായിരുന്നു. മറുവശത്ത് ശോഭാ സുരേന്ദ്രൻ്റെ മുഴുവൻ വിലയും ഇടിയുന്ന വിധത്തിലായിരുന്നു ആ വോട്ടിന് നോട്ട് ആരോപണം വന്ന സമയത്തുണ്ടായ അവരുടെ പ്രതികരണങ്ങൾ. ഒരു യുവാവായിട്ടുള്ള ഒരു കൊച്ചു ചെറുക്കനെ, ഒരു പയ്യനെ ചീത്ത വിളിക്കുക, എൻ്റെ മോന്തയടിച്ച് പൊട്ടിക്കുമെന്ന് പറയുക, കുപിതയാവുക, സകലയിടത്തും പോയി ആക്രോശിക്കുക, ഒച്ചയെടുക്കുക, വെല്ലുവിളിക്കുക, ഗുണ്ടാ നേതാവ് എന്ന വിളിപ്പേര് വീഴുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുക. അങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഇത് സാധാരണക്കാരായ ജനങ്ങൾ കാണുകയാണ്. ഇവരെപ്പോലെ MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവരെയൊക്കെ കയ്യും കാലും കെട്ടിയിട്ട് തല്ലിക്കൂട്ടിലേവർ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കേൾക്കുന്ന വിധത്തിലുള്ള കഥകളിലെന്ന് ജനങ്ങൾ ചിന്തിച്ചു. അതെ, ഇവിടെ ഇപ്പോൾ ഏത് ചോദിച്ചില്ലേ ഇവർ MLA ആയിട്ട് ഇനി വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ തവണയും പാലക്കാട് നിന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ശോഭാ സുരേന്ദ്രൻ. ഇനി ഏതെങ്കിലും തരത്തിൽ പാലക്കാട് നിൽക്കാൻ സാധ്യതയുണ്ടോ? പാലക്കാട് ജനം ഇവരെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതല്ല, പാലക്കാട് മണ്ഡലം ഇനി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ്. പോകാനാണെങ്കിൽ ഇപ്പൊ പോയേനെ. കാരണം ഇത്രയധികം പാലക്കാട് കോൺഗ്രസ് ആരോപണം നേരിട്ട ഒരു കാലഘട്ടം ഇതിനു മുന്നിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഈ ശ്രീധരനുമായി മത്സരിച്ചപ്പോഴാണ് വലിയൊരു മാർജിൻ കുറവ് വന്നത്. അതായത് വെറും 4000-ത്തിനടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അന്ന് ഷാഫി പറമ്പിൽ കിട്ടിയുള്ളൂ. അതിന് മുന്നത്തെ സമയങ്ങളിലൊക്കെ പാലക്കാട് വലിയ മുന്നേറ്റം ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലത്തിൽ എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല MLA ആയിരുന്നു എന്നതിൻ്റെ കൂടി അടയാളമാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പിഷാരടിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് പിഷാരടി കൃത്യമായ വിഷനുള്ള നേതാവാണ്, ആ മണ്ഡലത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള നേതാവാണ്, ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ, ആ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നയിച്ചിട്ടുള്ളയാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മികച്ച MLA എന്ന നിലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതുപോലെ വീട് വെച്ച് കൊടുക്കുന്നതടക്കമുള്ള അല്ലെങ്കിൽ അവിടെ പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതടക്കമുള്ള പ്രവൃത്തികൾ രമേശ് പിഷാരടി അങ്ങ് തുടർന്നാൽ മതി. കാരണം കൃത്യമായ വിഷൻ പാലക്കാടിനെ കുറിച്ചുള്ള 2 നേതാക്കൾ രമേശ് പിഷാരടിക്കൊപ്പം ഉണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലുമാണ്. അപ്പോൾ ആ ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വികസന പെർസ്പെക്റ്റീവ്, വികസന ആശയങ്ങളൊക്കെ രമേശ് പിഷാരടി ഇപ്പോൾ ഭരണം കൂടിയുള്ള സ്ഥിതിക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയാൽ പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് കോട്ടകൾ കൂടുതൽ ശക്തമാവുകയും BJP കോട്ടകൾ ഇപ്പോൾ ഉള്ളത് തകർന്നടിയുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പിഷാരടിയുടെ ഈ പടുകൂറ്റൻ വിജയം BJPക്കുള്ള ശക്തമായ പ്രഹരമാണ്. ഒപ്പം എങ്ങനെ വന്നാലും ജയിക്കുമെന്ന് കരുതിയിരുന്ന ശോഭാ സുരേന്ദ്രനുള്ള ഒരു പ്രഹരമാണ്. അതോടൊപ്പം ഡോക്ടർ P സരിനുള്ള ഒരു തിരിച്ചറിവിൻ്റെ മൊമെൻ്റ് കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്തായാലും പാലക്കാട് കോട്ട UDFൻ്റെ കയ്യിൽ, കോൺഗ്രസിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്നു. ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടോ ഒരു തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ കൊണ്ടോ ക്യാമ്പയിനുകൾ കൊണ്ടോ ഒന്നും ഒരിക്കലും കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തെ തടയാൻ സാധിക്കില്ല എന്ന് വ്യക്തമാകുന്ന ചിത്രം കൂടിയാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് കാണുന്നത്.